പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞായറാഴ്ച കാലത്ത് 6 മണിക്ക് ഞങ്ങൾ പുറപ്പെട്ടു. മട്ടന്നൂരിൽ നിന്നും കണ്ണൂരിലേക്ക് 7 മണിക്ക് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്നും ചായ കഴിച്ചു ഞങ്ങൾ കാസർഗോട്ടേക്ക് പോകുന്ന ബസ്സിൽ കയറി. 11 മണിയോടുകൂടി ഞങ്ങൾ കാസർഗോഡ് ബസ് സ്റ്റാൻഡിലെത്തി. നാസ്ത കഴിച്ചു. നേരെ തളങ്കര ബസ്സിൽ കയറി. അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ തളങ്കര മക്കാം പരിസരത്ത് ഇറങ്ങി. അല്പം ദൂരമേ ഉള്ളുവെങ്കിലും ഓട്ടോ പിടിച്ച് മക്കാമിലെത്തി. സിയാറത്ത് ചെയ്തു. പരിസരമെല്ലാം ചുറ്റിക്കണ്ടു. പ്രാചീന ചരിത്രമുള്ള മക്കാമും പരിസരവും വളരെ ഭംഗിയായിരുന്നു. മക്കാമിൻ്റെ ഇടതുഭാഗം സുന്ദരമായി ഒഴുകുന്ന ചന്ദ്രഗിരിപ്പുഴ, മക്കാമിന് താഴെ വലിയ കുളം, നോക്കിയാൽ കാണുന്നിടത്ത് ചെന്നു ചേരുന്ന കടലും. മാലിക് ദീനാർ എന്ന പേരിലുള്ള പുരാതന മുസ്ലിം പള്ളിയും മക്കാമും കാസർഗോഡ് നഗരസഭയിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യകാല മുസ്ലിം പള്ളി കൂടിയാണ് തളങ്കരയിലേത്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനടുത്താണ് മാലിക് ദീനാർ പള്ളി. പടിഞ്ഞാർ കുന്നിൽ കടവത്ത്, കിഴക്കേപ്പുറം, കാസിലേൻ, ബാങ്കോട്, കൊറക്കോട്, പുലിക്കുന്ന്, നെച്ചിപ്പടുപ്പ, ദീനാർ നഗർ, 30-ാം മൈൽ, തെരുവത്ത്, തായലങ്ങാടി, ജദീദ് റോഡ് എന്നീ മഹല്ലുകൾ ചേർന്നതാണ് തളങ്കര മഹല്ല് കമ്മിറ്റി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഹിജ്റ വർഷം 22 റജബ് 13, അതായത് AD 642 മാലിക് ദീനാർ മസ്ജിദ് നിർമ്മിച്ചത് എന്നാണ് ചരിത്രം. അറേബ്യൻ മണ്ണിൽ നിന്നും പായക്കപ്പലിലെത്തിയ മാലിക് ദീനാറും അനുയായികളും 10ഓളം മസ്ജിദുകൾ കേരളക്കരയിൽ നിർമ്മിച്ചു എന്ന് പറയപ്പെടുന്നു. അറബി സംഘത്തിൻ്റെ ജീവിത രീതിയും പെരുമാറ്റത്തിലും സംതൃപ്തരായ ഭരണാധികാരികൾ അവരെ വരവേൽക്കുകയും മതപ്രബോധനം നടത്താനും പള്ളി നിർമ്മാണത്തിനും അനുമതി നൽകുകയും ചെയ്തു. ധാർമ്മിക ബോധത്തോടെയുള്ള അവരുടെ ജീവിതം കണ്ട് ഒട്ടേറെ പേർ ഇസ്ലാം വിശ്വസിച്ചു. അതായിരുന്നു ഇസ്ലാമിൻ്റെ കേരളത്തിലെ വളർച്ചയുടെ തുടക്കം. കൊടുങ്ങല്ലൂരിൽ മാലിക് ദീനാർ സംഘവും ആദ്യത്തെ പള്ളിയായ ചേരമാൻ മാലിക് ദീനാർ പള്ളി നിർമ്മിച്ച ശേഷമാണ് ഉത്തര മലബാറിലും തെക്കൻ കർണാടകയിലും മറ്റും പള്ളികൾ നിർമ്മിച്ചു നൽകിയത്. വളരെ ചരിത്ര പ്രസിദ്ധമായ ഈ മക്കാമിൽ ഒട്ടേറെ ദൂരെ നിന്നും ആളുകൾ സിയാറത്തിനായി വന്നുകൊണ്ടിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ കർണാടകയിൽ നിന്നും, ബാംഗ്ലൂരിൽ നിന്നും, മാംഗ്ലൂരിൽ നിന്നും, ഉടുപ്പിയിൽ നിന്നും ഒട്ടനവധി ആളുകൾ അവിടെ സിയാറത്തിന് വേണ്ടി എത്തിയിരുന്നു. അതിമനോഹരമാണ് പള്ളിയും പരിസരവും. വളരെ വൃത്തിയോടുകൂടി അത് പരിപാലിക്കുന്ന തളങ്കര മുസ്ലിം ജമാഅത്തിനെ അഭിനന്ദിക്കുകയാണ്. ഞങ്ങളവിടെ ളുഹർ നിസ്കാരം നിർവഹിച്ചതിന് ശേഷമാണ് അവിടെ നിന്നും പുറപ്പെട്ടത്. 4 മണിയോടുകൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തും ബഹ്റൈൻ KMCC നേതാവ് കൂടിയായ റസാഖ് ആറങ്ങാടിയുടെ വീട്ടിൽ എത്തി. ആറങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം 1982 മുതലുള്ള പരിചയമാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ രണ്ടുപേരും വളരെ ബന്ധുക്കളെപ്പോലെ ഒരുമിച്ച് കഴിഞ്ഞവരായിരുന്നു. മാത്രവുമല്ല, KMCCയിൽ സെക്രട്ടറിയായും ജോയിൻറ്റ് സെക്രട്ടറിയുമായുമൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ ചെന്ന് കണ്ടു. 1 മണിക്കൂർ അവിടെ ചിലവഴിച്ച ശേഷമാണ് ഞങ്ങൾ കണ്ണൂരിലേക്ക് പുറപ്പെട്ടത്. രാത്രി 9 മണിയോടുകൂടി
ഞങ്ങൾ മട്ടന്നൂർ പ്രദേശത്ത് അടുത്തുള്ള ഞങ്ങളുടെ സ്വദേശമായ കീച്ചേരിയിൽ തിരിച്ചെത്തി. അൽഹംദുലില്ലാ.